ഏലപ്പാറയിൽ ഉടമയറിയാതെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 2,45,000 രൂപ നഷ്ടപ്പെട്ടതായി പരാതി. ഏലപ്പാറയിൽ വർക്ക്ഷോപ്പ് നടത്തുന്ന കോഴിക്കാനം കിഴക്കേ പുതുവൽ സ്വദേശിയായ വടക്കേടത്ത് രാജേഷ് ആറിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നുമാണ് കഴിഞ്ഞ ഡിസംബർ മാസം 23-ാം തീയതി വൈകുന്നേരം തുക നഷ്ടപ്പെടുന്നത്. 2 മാസം മുൻപ് മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള പിഴയടയ്ക്കണമെന്നാവശ്യപ്പെട്ട് വാട്സാപ്പിൽ ഒരു ലിങ്ക് വന്നിരുന്നു. ഈ ലിങ്കിൽ കയറിയെങ്കിലും പിഴ വന്നതിനേക്കാൾ കൂടിയ തുക അടയ്ക്കണമെന്ന് കണ്ടതിനാൽ ശ്രമം ഉപേക്ഷിച്ചിരുന്നു. ഇതിനുശേഷം 2 മാസം കഴിഞ്ഞാണ് തുക നഷ്ടപ്പെടുന്നത്. ഡിസംബർ മാസം 23-ാം തീയതി വൈകുന്നേരം 4 മണിയോടെയാണ് തന്റെ SBIയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 2,45,000 രൂപ നഷ്ടപ്പെടുന്നത്. തുക നഷ്ടപ്പെട്ടതിനു ശേഷം തന്റെ മൊബൈൽ ഫോണിൽ മെസ്സേജും വന്നിരുന്നു. ഇത് കണ്ടതോടെയാണ് തൊട്ടടുത്ത ദിവസം ATM-ലെത്തി അക്കൗണ്ട് പരിശോധിച്ചത്. അപ്പോൾ തുക നഷ്ടപ്പെട്ടതായി കാണുവാനും കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ ഡിസംബർ മാസം 23-ാം തീയതിയാണ് എൻ്റെ ഫോണിൽ വൈകുന്നേരം 4:45 ഇതുപോലെ മെസ്സേജ് വന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് വേണ്ടി ചെറിയ സേവിങ് ഏലപ്പാറ SBIയിൽ ഇട്ടിരുന്നതാണ്. അതിനകത്ത് ഞാൻ ഗൂഗിൾ പേയോ ഫോൺ പേയോ യോനോ ആപ്പോ ഒന്നും ഉപയോഗിക്കുന്നില്ലായിരുന്നു. അത് ഫോണിൽ ഇതുപോലെ മെസ്സേജ് വന്നു, 2,45,000 രൂപ വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി. OTPയും മെസ്സേജും എല്ലാം വന്നിട്ടുണ്ട്. അപ്പം ബുധനാഴ്ച രാവിലെയാണ് ഞാൻ ഇത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പം ഞാൻ ഇവിടെ ഒന്ന് ATM ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഒരു 28 രൂപ ബാലൻസ് ഉള്ളായിരുന്നു. എന്നിട്ട് ബാങ്കിൽ കയറിയപ്പം അവർ പറഞ്ഞത് നമ്മൾ ഫോണിൽ ഏതെങ്കിലും ലിങ്കും എല്ലാം ടച്ചായിട്ട് അങ്ങനെ ഫോൺ ഹാക്കായിട്ടായിരിക്കും ഈ പൈസ ഇങ്ങനെ പോയിരിക്കുന്നത് ബാങ്കിൽ പറഞ്ഞ്. 1 മാസം മുമ്പ് എൻ്റെ ഫോണിൽ ഒരു വാട്സപ്പ് വഴി ഒരു പെറ്റിയുടെ കാറിനൊരു 250 രൂപ പെറ്റി കിടപ്പുണ്ടായിരുന്നു. അത് ചെല്ലാൻ അടയ്ക്കാനുള്ളൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം ലിങ്കല്ല, സാധാരണ വാട്സപ്പ് മെസ്സേജ് വരുന്ന പോലെയാണ് വന്നത്. അതിനകത്ത് പെറ്റി അടയ്ക്കുന്നതിന് കൂടെ 150 രൂപ കൂടുതൽ അടച്ചാൽ പേ ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷനാണ് കണ്ടത്. അപ്പം ഞാൻ 250 രൂപ അടയ്ക്കേണ്ട അടുത്ത് കൂടുതൽ അടയ്ക്കേണ്ട കാര്യമില്ലെന്ന് ഓർത്തിട്ട് ഞാൻ എൻ്റെ പിന്നീട് മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്തുമില്ല, ബാങ്ക് അടിച്ചു. അതൊരു കാരണമാകാവുന്നതാണ് ബാങ്കിൽ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അനാവശ്യമായിട്ട് വാട്സപ്പ് വരുന്ന ലിങ്കുകളോ അല്ലെ ഏത് കാര്യങ്ങളൊന്നും ഓപ്പൺ ചെയ്ത് നോക്കരുതെന്നാണ് പറയുന്നത്. വേറെ നമ്മളായിട്ട് അനാവശ്യമായിട്ടുള്ള ലിങ്കുകളൊന്നും വേറെ ടച്ച് ചെയ്തിട്ടില്ല. അതിനുശേഷം 1 മാസം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായേക്കുന്നത്. സംഭവം 2025 ഡിസംബർ മാസം 23-ാം തീയതി 4:45 പൈസ പോയേക്കുന്നത്. 24-ാം തീയതി രാവിലെ ഞാൻ ഈ മെസ്സേജ് കാണുന്നത്, ഈ പൈസ പോയായിട്ടുള്ള മെസ്സേജ് കാണുന്നത്. ഫോണിൽ SMS ആയിട്ട് മെസ്സേജ് വന്നത്. തുക നഷ്ടപ്പെട്ടതിന് ശേഷം ബാങ്കിലെത്തി പരാതി നൽകി. ഇതോടൊപ്പം സൈബർ സെല്ലിലും പീരുമേട് പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. ഏലപ്പാറ ടൗണിൽ വർക്ക്ഷോപ്പ് നടത്തിയാണ് രാജേഷ് ഉപജീവനം കഴിക്കുന്നത്. തന്റെ വരുമാനത്തിൽ നിന്നും സ്വരുക്കൂട്ടിയ തുകയാണ് ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടമായിരിക്കുന്നത്.